CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഒരു സംശയമാണ് ഇന്നത്തെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ നായകനായ ഫെഡോ സെർണിച്ച് ഇറങ്ങുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെക്കുറിച്ച് ഖാലിദ് ജമീൽ എന്ന ജംഷഡ്പൂർ എഫ്സിയുടെ പരിശീലകൻ പറഞ്ഞ വാക്കുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമുക്കറിയാം ഇന്ന് രാത്രി 7:30 കൂടിയാണ് ജംഷഡ്പൂർ എഫ്സിയുടെ തട്ടകത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് അവരെ നേരിടാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലിത്വാനിയൻ നായകനായ ഫെഡോ സെർണിച്ച് ഇറങ്ങുമോ ഇല്ലോ എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എങ്ങനെയെങ്കിലും പ്ലേ ഓഫ് നേടണം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരം വളരെ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും. ഏതായാലും മത്സരത്തിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ടീം അംഗങ്ങളെല്ലാം തന്നെ ജംഷഡ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിൽ ദേശീയ ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ പോയ താരങ്ങളൊക്കെ തിരികെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ആരാധകർ വളരെയധികം അന്വേഷിക്കുന്നത് യൂറോപ്പ് നാഷൻസ് ലീഗ് കളിക്കാൻ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരമായ ഫെഡോ സെർണിച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം യൂറോപ്പിൽ നാഷൻസ് ലീഗ് കളിക്കാൻ പോയതിനെ തുടർന്നുകൂടി ലിത്വാനിയയ്ക്ക് വേണ്ടിയിട്ട് ഫെഡോ സെർണിച്ച് ഒരു ഉഗ്രൻ ഗോളും കൂടാതെ തന്നെ ഒരു അസിസ്റ്റും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും തകർപ്പൻ ഗോൾ നേടി ലിത്വാനിയൻ നായകൻ യൂറോപ്പിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ കടമകളും ലക്ഷ്യങ്ങളും വളരെയധികം കൂടുതലാണ് ഇവിടെ. ഏതായാലും ഫെഡോ സെർണിച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പിലെ മത്സരങ്ങൾക്ക് ശേഷം ജംഷഡ്പൂരിനെതിരെ മത്സരം അരങ്ങേറുന്നതിന് മുമ്പായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളെല്ലാം തന്നെ ജംഷഡ്പൂരിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഫെഡോ സെർണിച്ച് ജംഷഡ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇന്ന് നടക്കാൻ പോകുന്ന ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ ലിത്വാനിയൻ നായകനായ ഫെഡോ സെർണിച്ചും ഉണ്ടാവും എന്നുള്ളത്. അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി ഈ ഒരു സീസണിലേക്ക് മാത്രമായി വന്ന ഫെഡോറിന് ബ്ലാസ്റ്റേഴ്സിനെ കിരീടത്തിലേക്ക് നയിക്കാൻ ആവുമോ എന്നതാണ് നിലവിലെ ആരാധകരുടെ സംശയം. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫെഡോർ കളിക്കുമെന്നത് മലയാളി പ്രശസ്ത കമന്റേറ്ററായ ഷൈജു ദാമോദരനും ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇനി കഴിഞ്ഞ ദിവസം മത്സരത്തിന് മുമ്പോടിയായി കൊണ്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ജംഷഡ്പൂർ എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഖാലിദ് ജമീൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഖാലിദ് ജമീലിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം അവർ വളരെ മികച്ച ഒരു ടീം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഞങ്ങൾ ഇന്നത്തെ ഒരു മത്സരം കഠിനമായി കളിക്കുകയും വിജയം സ്വന്തമാക്കാൻ ആവുന്നത് പോലെ ശ്രമിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാമാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ജംഷഡ്പൂർ എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഖാലിദ് ജമീൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു നല്ല ടീമാണെന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോർ ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.